ചൈനയ്ക്കെതിരെ ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു വമ്പൻ നീക്കം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചൈനയ്ക്കെതിരെ ഇപ്പോൾ ഫിലിപ്പീൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ പരസ്യമായിട്ടുള്ളൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യ ബാക്സ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഇൻ സൗത്ത് ചൈന സീ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സൗത്ത് ചൈന സീയിൽ, ദക്ഷിണ ചൈന കടലിൽ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നാണ് ഇന്ത്യ പറയുന്നത്. ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന വെസലുകളെ, അതായത് കപ്പലുകളെ എല്ലാം തന്നെ ചൈന വിരട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുവഴി പോകുന്ന കപ്പലുകളെല്ലാം തന്നെ ചൈന വാട്ടർ ഗൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയ ജലഭീരങ്കികൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരിക്കൽ ഇന്ത്യ ഒരു ഗുഡ് വിൽ സന്ദർശനത്തിനായി ജപ്പാനിലേക്ക് പോയിരുന്നു, ഇന്ത്യയുടെ നേവൽ ഷിപ്പ്. എന്നാൽ ചൈന ഇന്ത്യയുടെ നേവൽ ഷിപ്പുമായി മുഖാമുഖം വന്നെങ്കിലും നമുക്ക് നേരെ വാട്ടർ ഗൺ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ജലഭീരങ്കി പ്രയോഗിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഫിലിപ്പീൻസിൽ വന്ന് നമ്മുടെ ഷിപ്പ് അത് ഡോക്ക് ചെയ്യുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഫിലിപ്പീൻസുമായി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ റീജിയൻ ആർ ഇൻ ദ ഇന്ത്യ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആൻഡ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ലൈൻ വിത്ത് ഇന്റർനാഷണൽ ലോസ് ഇൻക്ലൂഡിംഗ് UNCLOS. അതായത് ഈ പ്രദേശത്തെ സന്തോഷവും സമാധാനവും എല്ലാം തന്നെ ഇന്ത്യയുടെ മാത്രം താല്പര്യമല്ല, മറ്റ് രാജ്യങ്ങളുടെയും താല്പര്യമാണ്, ആസിയാൻ രാജ്യങ്ങളുടെ അടക്കം ഒരു സ്വപ്നമാണെന്നാണ് കൃത്യമായി ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. പോരാത്തതിന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ രീതിയിലുള്ള ഒരു നാവികാഭ്യാസം ഇന്ത്യ ഇപ്പോൾ ഈ ദക്ഷിണ ചൈന കടലിൽ നടത്താൻ പോകുന്നുവെന്നാണ്. ഇന്ത്യ ഫിലിപ്പീൻസ് നാവികാഭ്യാസങ്ങൾ നടത്താൻ പോകുന്നുവെന്നല്ല, നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദക്ഷിണ ചൈന കടലിലെ ചൈന ഇതിൽ വലിയ രീതിയിൽ പ്രകോപിതരായിരിക്കുന്നു. ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള 2 ദിവസത്തെ നാവികാഭ്യാസമാണ് അവിടെ നടന്നത്. ദക്ഷിണ ചൈന കടലിൽ നടന്ന ഈ അഭ്യാസത്തിൽ ചൈന രോഷാകുലരാണ്. ദക്ഷിണ ചൈന കടലിൽ അവർ തങ്ങളുടെ പിതൃരാജ്യമായാണ് ദക്ഷിണ ചൈന കടലിനെ കണക്കാക്കുന്നതിനാൽ ഈ നാവികാഭ്യാസത്തിൽ ചൈന വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു. ഫിലിപ്പൈൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ബാഹ്യ ഘടകങ്ങളെ, അതായത് ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി തർക്ക ജലാശയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നടപടികൾക്ക് ഫിലിപ്പീൻസ് പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ചൈന ഫിലിപ്പീൻസിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫിലിപ്പീൻസിൽ നിന്ന് മറുപടിയായിട്ട് ചൈനയ്ക്ക് കൊടുത്തത്, ഞങ്ങൾ ഇന്ത്യയുടെ ഡിഫൻസിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ്. ചൈനയ്ക്ക് പരോക്ഷമായിട്ടുള്ള മറുപടിയായിട്ടാണ് ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് അത് ഫിലിപ്പീൻസിൻ്റെ അവിടെയുള്ള ഭരണാധികാരി ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂർ ഉപയോഗിച്ച നമ്മുടെ വെപ്പൺസ് അതെല്ലാം തന്നെ കൂടുതലായി ഞങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്ന മറുപടി. ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ പ്രാദേശിക ജലാതിർത്തി സംബന്ധിച്ച വലിയ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി നാവികാഭ്യാസങ്ങൾ നടത്തി ഫിലിപ്പീൻസ് ചൈനയെ പ്രകോപിപ്പിച്ചു. ദക്ഷിണ ചൈന കടലിനെ തങ്ങളുടെ പിതൃരാജ്യമായി അവർ കണക്കാക്കിയും അവരുടെ അനുവാദമില്ലാതെ അവിടെ നടത്തിയ ഈ അഭ്യാസം അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനയെ. എന്നാൽ അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? അവർക്ക് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാൻ കഴിയില്ല. അതായത് ചൈനയ്ക്ക് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ നിന്ന് INS ന്യൂഡൽഹി, INS കിൽതാപ്പ് എന്നിവ ഈ നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൽഡസ് മാർക്കോസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി മോദിയുമായി അദ്ദേഹം ചർച്ച നടത്തി. അതിനു മുമ്പ് അദ്ദേഹം വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തിയപ്പോൾ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ഫിലിപ്പീൻസ് ആണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഉപരിതലത്തിൽ നിന്ന് കടലിലേക്കും വായുവിലേക്കും ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും വിക്ഷേപിക്കാവുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ വിവിധ പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.